ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ആൾക്കൂട്ടം, പ്രജിനി ദൃശ്യങ്ങൾ കാണുന്ന ആൾക്കൂട്ടം ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരാണ്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ തെളിവുകൾ ശേഖരിക്കുകയാണ്. അവിടെ വശങ്ങളിൽ നമുക്ക് കാണാം, വ്യക്തമായാണെങ്കിൽ പോലും കാണാൻ കഴിയും ഒരു ലോഹ കഷ്ണങ്ങൾ. അതാണ് ആ പൊട്ടിത്തെറിച്ച ഹുണ്ടായി i20 വാഹനം. HR 26 രജിസ്ട്രേഷൻ ആയിരുന്നു ആ വാഹനത്തിന് എന്നുള്ളത് വ്യക്തമാണ്. ആ വാഹനത്തിന്റെ ഉണ്ടായ പൊട്ടിത്തെറിയുടെ ആഘാതം ആ ദൃശ്യങ്ങളിൽ പോലും വ്യക്തമാണ്. നമുക്ക് ഏതാണ്ട് അതിന്റെ ഒരു സ്കെൽട്ടൺ മാത്രമാണ്, ഒരു ചട്ടക്കൂട് മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. കാറിന് മുകളിലുണ്ടായിരുന്ന ലോഹപ്പാളികൾ വശങ്ങളിലേക്ക് തെറിച്ചു പോയിരിക്കുന്നു. ഇവിടെ ഈ വശങ്ങളിൽ ഏതാണ്ട് 200 മീറ്ററോളം അകലെ നമുക്ക് ആ ലോഹപ്പാളിയുടെ ഭാഗങ്ങൾ കാണാൻ കഴിയും. ആ പാടെ തകർന്ന നിലയിലാണ് ഇവിടെ ഈ ലോഹപ്പാളി. ഇത് ആ കാറിന്റെ പിൻഭാഗത്തുള്ള ഡിക്കി ഭാഗത്തുള്ള ലോഹപ്പാളിയാണ്. അതിന് അടിവശമാണ്. കരിഞ്ഞ് കറുത്ത നിലയിലായിരിക്കുന്നു. നിറയെ തുളകൾ വീണിട്ടുണ്ട്, പൊട്ടിത്തെറിച്ച് തകർന്നു പോയിട്ടുണ്ട്. അത് ഒരു ചുരുളായി മാറിയിരിക്കുന്നു. ആ കാറിൻ്റെതടക്കം അവിടെ തകർന്ന വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയില്ല. മനുഷ്യ അവശിഷ്ടങ്ങൾ, അത് ശരീരം ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ട് ഈ സ്ഫോടനത്തെ തുടർന്ന്. അത്രത്തോളം മാരകമായ സ്ഫോടനമായിരുന്നു ഇവിടെ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. കൂടാതെ പ്രജിൻ, ഈ ഒരു പ്രദേശത്തിന്റെ തന്ത്ര പ്രാധാന്യത അത് നമുക്ക് കാണിക്കാൻ കഴിയും കൃത്യമായി തന്നെ. ഈ വശം ഇത് ചാന്ദിനി ചൗക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. വഴിയോര കച്ചവടക്കാർ, സ്ഥിരം കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ഈ തൊട്ടടുത്തായി അതിന് സമീപം കാണുന്ന ഈ ചുവന്ന ഗോപുരം എന്നുള്ളത് ഏതാണ്ട് 800 വർഷത്തോളം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ്. അതിന് സമീപത്തായി മറ്റൊരു ജൈന ക്ഷേത്രമുണ്ട്. ഇതെല്ലാം ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ലൈറ്റുകൾ, മനോഹരമായ ലൈറ്റുകൾ ഉള്ള പ്രദേശം എന്നുള്ളത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് മേഖലയാണ്. അതിന് സമീപത്ത് തൊട്ടടുത്ത് ഏതാണ്ട് 150 മീറ്ററോളം അകലെയാണ് ഈ സിഗ്നൽ. രണ്ട് വശങ്ങളിലേക്കും ഉള്ള സിഗ്നലുകളാണ്. അതിൽ ഈ ക്യാമറയ്ക്ക് അഭിമുഖമായി വരുന്ന ദിശയിലായിരുന്നു കാർ വന്നിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.